യൗമാനത്തിന് തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണോ? എന്ത് അല്ല, ഒന്നിനും വേലയും കൂലിയൊന്നും ഇല്ലല്ലേ? ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ? അങ്ങനെയൊന്നും പറയാതോ, അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ? വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തില് നാളെ തരാം, നാളെ തരാം, നാളെ തരാം, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാം. ഒലത്തി നാളെ നമതി. എന്താണത്? ഇത് നിങ്ങൾ റെസ്റ്റ് എടുക്കാം, അവന്മാരിക്കട്ടെ. ഓടണൊക്കെ പോലീസേ. വേണ്ട വേണ്ട, ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. ഞാൻ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ ഡേ കുടുംബാറെ, നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോന്ന്? ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. ഇപ്പൊ തന്നെ തലവര തെളിഞ്ഞു. കമലിന്റെ പടത്തിൽ നായകനായി അഭിനയിച്ച നീ രക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ നായിക കെട്ടിക്കൊണ്ട് പോടേ. ആ, ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യർ. I warn you, ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല. ഇനി സമയമുണ്ട്. ഇവളൊക്കെ ഓമാരാരുടെ ആമാറോ പീസ. ഹലോ ഹലോ. അയ്യോ രാഖി. അതെ, ഒരാള് മാത്രം കെട്ടിയാ മതി കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ. അടിയോ, അവിടെ ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ, ഒരു സേഫ്റ്റിക്കാണ്. ഓടാ പറ്റും. എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളൂ. ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ്. ഈ വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ്. ശിവേട്ടനുണ്ടാവണം. എന്റെ രാഖി ബ്രദറായിട്ട് അല്ല, സ്വന്തം ബ്രദറായിട്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. വരില്ലേ? കൺഗ്രാറ്റ്സ്. Come on, Shweta. നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. I hate you. Don't overdo it, Shweta. Bye. And thank you. എന്നാലും നിന്റെ മാരേജിന്റെ കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് കരിഷ്മ മേനൻ. She always gives you a surprise. ഒരു വാക്ക് പറയണം, അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം. നിർത്തണേ അണ്ണാ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം. പോയൊരു സമ്മാനവും കൊടുക്കണം. എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്ന് പറയടാ. അണ്ണാ, നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെന്റ് അടിക്കാടാ. നിന്റെ അച്ഛൻ ചത്ത. അണ്ണാ ഇങ്ങോട്ട് നോക്ക്. സങ്കടമൊക്കെ എല്ലാവർക്കും വരും. എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ ഇതാ നോക്ക്, ഈ കടവിൽ ഒന്ന് നിൽക്കൂ. എന്നിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ, എന്നിട്ട് ഒറ്റ ചാട്ടം. ഇവിടെയൊക്കെ ആരാണാ ഒരു കുളു കുളിച്ച അങ്ങ് കാളാണാ. ഇന്ന് കുളിച്ചിട്ടല്ലേ ബാക്കി കാര്യം. ശിവൻകുട്ടി അണ്ണാ,
നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സേലത്ത് നിന്ന് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഒരേ ഡാൻസും പാട്ടും. ഇത് എന്തൊരാൾക്കാരെന്തോ. ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം. സങ്കടവും ദുരന്തവും സന്തോഷവും ഒക്കെ ഒരു ആഘോഷമാണ്. എടാ ജാങ്കോ, ചിന്ന വാടാ. നേരത്തെ വിട്ടു. കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. എടാ കൊടുമ്പാറേ, നിങ്ങൾ ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി അവനെ പൊക്ക്. ഞാൻ എപ്പോഴത്തെ വണ്ടി റെഡിയാക്കാം. തൽക്കാലം നമുക്ക് അവനെ എവിടെയെങ്കിലും മാറ്റാം. നീ വേഗം പോ. വേഗം ശിവൻകുട്ടിയാണല്ലോണ്ടാ. അവൻ എങ്ങോട്ടോ പോയി. എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ വരണമെന്ന്. അയ്യോ, ഞങ്ങളെ നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വരാം. ഭാസ്കരൻ നേരത്തെ ഇറങ്ങി. നീ മുക്കിൽ ഞങ്ങൾ അണ്ണനെ വിളിച്ചോണ്ട് വരാം. അണ്ണാ, അണ്ണാ. എന്താ? അതെ, ഒന്ന് വേഗം വന്നേ. എന്താ? ഭാസ്കരൻ വന്നു. കേറ് വേഗം കേറ്. ഇത് എവിടെ പോയി കിടക്കുക നിങ്ങൾ? ഇങ്ങോട്ട് കേറണ്ട. അണ്ണാ പെട്ടെന്ന് സ്റ്റാർട്ടാക്ക. വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടിവിയുടെ തുമ്പരിക്കണമെന്ന് പറഞ്ഞ പ്രോഗ്രാമാ. സാർ ഇങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി. എടാ ഒരു തമാശ. അണ്ണാ, അണ്ണ സമ്മാനമുണ്ട്. ഒരു ചാക്കരി 3 സോപ്പ് 4 ചിരിയോ. അണ്ണ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ള. ഇനി വേറെ വല്ല ക്യാമറ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ? ഇല്ലല്ലോ. നീ എന്റെ അമ്മയെ കണ്ടോ? ഇത് കേട്ടാ ചിലപ്പോ ഒരു ചങ്കൂട്ടി ചത്തോ. അവർക്ക് വായിക്കാരിടാനാണോടാ നിന്റെ ഈ ഒരു ചാക്കാരി? അയ്യോ അല്ല. നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ചിരിക്കടാ ചിരിക്കേ. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞ് ചാവണം കാത്തിരിക്കുക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ. ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ്. ആണെങ്കിൽ ഈശ്വരകൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം, തിരുവാതിര നക്ഷത്രം, പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ഷായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക. വേണ്ട, ഒന്നും വേണ്ട. ധൈര്യം കളയണ്ട. പോയി വരൂ. വാ.